പോലീസ്. അയ്യോ, ഇത് നിന്റെ ആ കുവൈറ്റ് യൂസിൻ്റെ ഒറ്റാണെന്നാണ് തോന്നുന്നത്. ബോയ്സ്, പോലീസ് നമ്മളോട് അതും ഇത് മാറി മാറി ചോദിക്കും. ഒന്നും വിട്ടു പറയരുത്. അവസാനം വരെ നമ്മൾ പിടിച്ചു നിൽക്കണം. പാറപ്പള്ളി ധ്യാനത്തിന് പോയി എന്ന് പറഞ്ഞാലാ. നിർത്ത്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാ. ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ്? ഫസ്റ്റ്. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് കിട്ടേണ്ടത് വാങ്ങിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എന്നെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ ഇവിടുത്തെ ആ ഓണർ കളവന്മാരെന്തേ? ഒരു മിനിറ്റ്. അങ്കിളേ, ഡിപ്പ് ഓടിക്കാൻ വരും. ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഞാൻ കസബ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ റൂം കാണാൻ വന്നിരുന്നു. അവർക്ക് ടാറ്റ കൊടുത്ത് പറഞ്ഞു വിട്ടാണല്ലോ. അല്ല, എനിക്ക് ആ റൂം ഒന്ന് കാണണമായിരുന്നു. ഷെറിയ ഞാനും ഉണ്ടാവും. ഒരു പോലീസ് പ്രൊട്ടക്ഷനുള്ള നല്ലതാണ്. അലക്സേ, സാറിന് റൂം കാണിച്ചു. മേഡം കഴിഞ്ഞോളെ ഞാനല്ലേ കാണിച്ചോളൂ. ഈ പ്രാവശ്യം നീ കാണിച്ചോളൂ. അല്ല, ശരിയാവില്ല. നീ തന്നെ അതാണ് അതിന്റെ ഒരു ഇത്. ചെല്ലു ആ മേഡത്തിന് വരൂ. കിട്ടിയല്ലേ? ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ചെയ്യുന്നില്ലെങ്കിലേ ഇതിങ്ങനെ കിട്ടും. അവർക്ക് ജോലി കിട്ടിയാലും ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയപ്പോഴാണ് ഫീലിംഗ് ബ്ലെസ്ഡ്. ഇപ്പൊ മനസ്സിലൊരു സമാധാനമൊക്കെ ഇല്ലേ? വേഗം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു. നീ എന്താണ് ഈ കുറെ നേരമായിട്ട് ആലോചിക്കണേ? ആ ഹോസ്റ്റലേ കൊള്ളാം, സ്ഥലവും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിലൊരു മറ്റേ റിസോർട്ട് വൈബ് ഉണ്ട്. പക്ഷേ ഫുഡിൻ്റെ കാര്യമാണ്. അതിന് നമ്മളെ പൊന്നു പോലെ നോക്കാൻ അവിടെ ആ ഓൾഡ് ഗൈസ് ഉണ്ടല്ലോ. അത് തന്നെയാ പ്രശ്നം. അണയാൻ പോണത് ഈ ആളിക്കത്തൊന്നാണല്ലോ. ആ, മിക്കവാറും അവിടെ ഒരു കലാപം നടക്കാൻ സാധ്യതയുണ്ട്. ആ പിൻ്റെ അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. അവല്ലോ പറഞ്ഞത് എന്നോട്? അവനൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നെ അവിടെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പിന്നാലെ ജോർജും അവിടെ എത്തും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതൊരു ഏതൻ തോട്ടാക്കും. അങ്ങനെയാണെങ്കിൽ ആ കിളവന്മാർ നിനക്ക് ആപ്പിള് തരും. ഞാൻ ഒരു കാര്യം പറയാം, കിളവന്മാരാണ്. ഒരു നാക്കിനൊക്കെ നിന്നാൽ നമുക്കിടയ്ക്ക് കടമൊക്കെ പറയാം. അത് പേടിക്കണ്ട, അമ്മാമ്മമാർക്ക് ഇടയ്ക്ക് ഇത്തിരി പ്രഷറിന്റെയും ഷുഗറിന്റെയും മരുന്ന് കൊടുത്താൽ പോരെ. അപ്പൊ കിളവന്മാരും യൂത്തും കൂടി ടൈറ്റ് കോമ്പറ്റീഷൻ ആവുമല്ലേ? പിന്നെ എൻ്റെ ആ ജോർജിന്റെ പിന്നോ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു. അവൻ ചുമ്മാ എൻ്റെ അടുത്ത് ഊള കോമഡിക്കാൻ വന്നു. ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നീ കുടുംബകലഹം ഉണ്ടാക്കല്ലേ മോളെ. ഈ അമ്മാവന്മാർക്ക് കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലേ? അലക്സ് അങ്കിളിന്റെ വൈഫ് ഭാര്യയുടെ കൂടെ ജർമ്മനിയിലാണ്. ബേർഡി അങ്കിളിന്റെ വൈഫ് ഒരു റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ്. പിന്നെ റാൻസി അങ്കിൾ, പുള്ളി ഇപ്പോഴും സിംഗിൾ ആണ്. ഇപ്പോഴും പെണ്ണുണ്ട് നടക്കുക. നമുക്ക് പുള്ളിക്കാരനൊന്ന് പെണ്ണ് കെട്ടിച്ചാലോ? ഒരാത്മാവ് കൂടി രക്ഷപ്പെടും. പോസിബിൾ ഇമ്പോസിബിൾ ആണ്. പണ്ട് സ്കൂളിലെങ്ങാണ്ടോ പഠിച്ചപ്പോഴുള്ള കാമുകിനി നപ്പി നടക്കുകയാണ്. സ്റ്റിൽ മിസ്സിങ്. എടാ ഡേഡിയേ, നമ്മുടെ ആ വിറകോരി ഉണ്ടല്ലോ, അത് നമുക്കൊരു ഹോസ്റ്റലാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു 3 പെണ്ണുങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ നമുക്ക് താമസിപ്പിക്കാൻ പറ്റും. പിന്നെ അത് കുവൈറ്റ് ജോസ് ഇന്റർനാഷണലാണ്. എടുക്കട. എടാ, ഇത് നമ്മുടെ മരപ്പെട്ടി ജോസാണ്. ഇപ്പൊ അവൻ കുവൈറ്റ് ജോസ്. അവൻ എന്ന് വിളിച്ചോ അന്ന് ടെൻഷനായിരിക്കും. ആ എടാ ജോസേ, എന്ത് പറയണ? സുഖാണോ മോനെ? പേടി എന്താണ് വിശേഷം? സുഖമാണോ? ആ, കുഴപ്പമില്ലടാ, ഇങ്ങനെയൊക്കെ സുഖമായിട്ട് പോണു. അവിടെ എന്തുണ്ടോ വിശേഷം? ഓ, ഈ മരുഭൂമിയിൽ എന്തൊരു വിശേഷം. പണിയോട് പണി. മൊത്തത്തിൽ ഒരുതരം മരവിപ്പ. ഒന്നേ ഒരു ഉന്മേഷവും ഇല്ല. എന്നാ പിന്നെ മതിയാക്കി പോന്നൂടെ നാട്ടിലേക്ക്? ഒരു ചെറുതൊക്കെ അടിച്ച് മഴയും കണ്ടിരിക്കാലാ. ഒരെണ്ണുണ്ട്. ചെക്കന്റെ കോഴ്സ് കൂടി കഴിയാൻ നിൽക്കുക. അല്ലടാ, അവിടെ എന്തുണ്ട് വിശേഷം? ഒരു ഇവിടെ ഇപ്പൊ ഞാനും റാൻസിയും അലക്സും ഉണ്ട്. ഇങ്ങനെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് സുഖമായിട്ടിരിക്കണം. ഓ,
നിങ്ങളൊക്കെ അവിടെ സൂഹിക്കുകയല്ലേ, നിങ്ങളുടെയൊക്കെയോ ടൈം. എന്തൊട്ട് സുഖാടാ, മൂത്രത്തെ കല്ലിന് ഡോക്ടറെ കണ്ടിട്ട് വന്നിരുന്നേ ഉള്ളു. ഉവ്വാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടോ, എന്നെയും കൂടെ അത് കൂട്ടടാ. എന്ത് കാര്യങ്ങള്? എന്ത് കൂട്ടാൻ? അലക്സിന്റെ സ്റ്റാറ്റസ് ഞാൻ കണ്ട്. അതൊന്നുമില്ലടാ, നല്ല താമസ സൗകര്യം ഇല്ലാത്ത കഷ്ടപ്പെടുന്ന പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൈസഹായം. ചെറിയ പരിപാടിയാടാ. എന്നിട്ട് എങ്ങനെയുണ്ട്, മെച്ചമുണ്ടോ? നിന്റെ പൈൽസിന്റെ ഓപ്പറേഷൻ ഒക്കെ എന്തായി? നാട്ടിൽ വന്ന നല്ല പാക്കേജ് കിട്ടും. ബേഡി, വിഷയത്തിൽ നിന്ന് തന്നെ മാറില്ലേ. നിന്റെ കോള് കണ്ടപ്പോ വിചാരിച്ച് നല്ലത് വല്ലതും പറയാനായിരിക്കുന്നു. ഇതറിയാനാണോ നീ ഇപ്പൊ വിളിച്ചേ? ബേഡി, നീ കളിക്കാതെ കാര്യത്തിലേക്ക് വാ. എത്ര പെൺകുട്ടി ഉണ്ടളിയാ? ഇപ്പൊ 4, ബാക്കി 12 വെയിറ്റിംഗ് ആണ്. ഓ, നിങ്ങളുടെ ഒരു അവസ്ഥ ആലോചിച്ച് ഞാൻ ചത്തുപോയിരുന്ന മതിയായിരുന്നു. നിന്റെ ഭാര്യ സൂസൻ എന്ത് പറയുന്നു? ഓ, അത് പഴയമാതിരി തന്നെ, ഒരു മാറ്റവും ഇല്ല. അല്ലടാ, നിങ്ങളുടെ ബിസിനസ്സിലെ പുതിയ പാർട്ട്ണർഷിപ്പ് പോലെ വേണം പറഞ്ഞു കേട്ടോ. നാട്ടിൽ വന്നിട്ട് നല്ല സൽപ്രവൃത്തികൾ ഏതെങ്കിലും ചെയ്യണമെന്നും കുറേ നാളെ ഞാൻ ആലോചിക്കുകയായിരുന്നു. ബിസിനസ്സിൽ 3 പേരാണെങ്കിൽ 3 നാളല്ലോ വെപ്പ്. ഞാൻ കൂടി വന്നാൽ ആ ചീത്തപ്പേര് നിങ്ങൾക്ക് ഒഴിവാക്കാം. പിന്നെ എന്റെ മനസ്സിനും ഒരു കുളിർമ. ജോസേ, കുട്ടികൾ വരാറായി, അവർക്കുള്ള ബൂസ്റ്റും മുട്ട പപ്സും എടുത്തു വെക്കട്ടെ, പിന്നെ വിളിക്കാം. എടാ ബേഡി, ഫോണിപ്പോ വെക്കല്ലടാ, ഞാൻ ഒന്ന് പറയട്ടെ. എടാ ഓക്കെ ബൈ ബൈ ബൈ. എന്താണ് ഇത്? അവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അലക്സാറിന്റെ സ്റ്റാറ്റസ് വേടി പത്രത്തിലൊരു പരസ്യം കൊടുത്താന്നല്ല, പണ്ട് 1ാം ക്ലാസ്സിൽ കൂടെ പഠിച്ചവന്മാർ വരെ അന്വേഷിച്ച് വിളിച്ചു.